ചെത്തേട്ടനവിടെ കാണുന്നുണ്ട്. വായ നാട്ടിലൊരു കോപ്പി റൈറ്റ് ആവും. എങ്ങനെയാണ് ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ ന്യൂ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു ഈവനിങ് സ്പെഷ്യൽ വ്ളോഗാണ്. നമുക്ക് കുറേ കമൻറ്റ് കിട്ടിയിരുന്നു. കാരണം ഇൻസ്റ്റയിൽ പേഴ്സണലി ഈ ചെത്തേട്ടനെ അവിടെ കാണുന്നുണ്ട്. അപ്പോൾ റെഡി ആവണം. ഇപ്പം പരീക്ഷ കഴിഞ്ഞ് വന്നിട്ടുള്ളൂ. അതാണ് നമ്മൾ ഷോർട്സ് ഒന്നും ഇടുന്നത് കുറച്ച് ലാഗാവുന്നത്. പിന്നെ നമുക്ക് ഇൻസ്റ്റയിലൊരു മെസ്സേജ് വന്നിരുന്നു, ശരത്തേട്ടനും ചേച്ചിയുള്ള വീഡിയോ ഒക്കെ എന്താ അങ്ങനെ ഇല്ലാത്തത്, ഫാമിലി വ്ളോഗാണല്ലോ കൂടുതൽ. ഇവിടെ ഓരോ ഫംഗ്ഷനൊക്കെ വരുമ്പോഴാണ് നമ്മളിങ്ങനെ വ്ളോഗ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പം എടുക്കുന്നതാണ്. പിന്നെ ആരുള്ളത് ഇല്ലാത്തതൊന്നും ഞാൻ സത്യം പറഞ്ഞാൽ നോക്കാറില്ല. അങ്ങനെ ആ ഫ്ലോയിലെടുക്കും. പിന്നെ നമ്മളോട് ലവ് സ്റ്റോറി ചെയ്യാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അറേഞ്ച്ഡ് മാരേജ് ആണോ ലവ് മാരേജ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം ഞാൻ അതൊക്കെ ഇടുന്നതായിരിക്കും. ഫ്രഷായിട്ട് നമുക്ക് ഇന്നൊരു കുട്ടി ഈവനിങ് വിത്ത് ശരത്തേട്ടൻ. അപ്പോൾ നമുക്ക് എന്തായാലും വേഗം പോയിട്ടൊന്ന് റെഡി ആവാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ റെഡി ആയിട്ടുണ്ട്. എന്ത് ശരത്തേട്ടാ പറയാനുള്ളത്? എനിക്ക് സമയം കിട്ടലില്ല എന്നൊരു പരാതി. അല്ല, കുറച്ച് ദിവസമായിട്ട് നമുക്ക് പോകാൻ പറ്റാറില്ല അല്ലേ എവിടെയും, ഒരു തിരക്കായിട്ട് പരീക്ഷയൊക്കെ ആയിട്ട്. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പം പിന്നെ നമുക്കൊരു ഫംഗ്ഷൻ വരുന്നുണ്ട്. അപ്പം നമുക്ക് ഡ്രസ്സ് എടുക്കണം, ബേബി വാങ്ങണം, പാപ്പ വാങ്ങണം, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ട് വരാം. പിന്നെ എന്തെങ്കിലും പറയാനുണ്ടോ? സുഖമാണോ? സുഖം. ശരത്തേനെ കാണാത്തവർക്ക്. അപ്പോൾ ഓക്കെ, അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങും. എന്തിനു വായ നാട്ടിലൊരു കോപ്പി റൈറ്റ് ആവും. എങ്ങനെയാണ് കാറ് കയറിയ നമ്മൾ മുന്നിക്ക് നോക്കിയിട്ടാണ് വണ്ടി ഓടിക്കേണ്ടത്. പക്ഷെ ഇവിടെ ശരത്തേൻ്റെ ഒപ്പം കൂടിയിട്ട് ഞാനും കൂടി ഒരു വായി നോക്കിയായി മാറിയിട്ടുണ്ട്. കാരണം എന്താന്ന് വെച്ചാല് നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കുട്ടികള്, നല്ല കുട്ടികള്, നല്ല ഭംഗിയുള്ള പെൺകുട്ടികള് കോളേജൊക്കെ കഴിഞ്ഞിട്ടോ ഒക്കെ ഈ റോഡ് സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളെ കണ്ണങ്ങോട്ട് പോകും. തീരില്ല. അപ്പൊ നമ്മള് ആന്ന് പറയാറുണ്ട്. ഇപ്പൊ കേട്ടോ ശരത്തേട്ടാ, നല്ല കുട്ടികള്, പെൺകുട്ടികളെ തന്നെ വായി നോക്കുന്നു. അത്രയും നല്ല ക്യൂട്ടായിട്ടുള്ള പെൺകുട്ടികളാണ്. കാര്യങ്ങളാണല്ലോ, അങ്ങനെയൊക്കെയാണ്. അപ്പൊ നല്ല രസമുണ്ട് ഇപ്പത്തെ ഒരു വൈബ്. എന്താണ്, അതാണ് സൂര്യൻ. വൈകുന്നേരം അങ്ങനെയാണ് താഴെ ശരത്തേട്ട കാണുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് വേഗം എവിടെയെങ്കിലും ഒക്കെ പോവാം. എവിടേക്കേലും പോവാം. ഓക്കെ, നമ്മളൊരു വൈബ് കട തേടിയിട്ട് എത്തിയിട്ടുണ്ട് അല്ലേ? ഒരു വൈബ് കടയ്ക്ക് എത്തിച്ചിട്ടുണ്ട്. ഇവിടെ കയറാൻ വിചാരിക്കുന്നു അല്ലേ? അങ്ങനെ നമ്മൾ ശരത്തേട്ടന് 2-3 ഫോട്ടോസ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. നോക്കട്ടെ, കണ്ടോ ഞാൻ എടുത്തെടുത്ത ഫോട്ടോ. പറയൂ, എന്തായി? പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മൾ ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ശരത്തേന് ഞാൻ വേറെ ജ്യൂസ് ഓർഡർ ചെയ്തത്. ഇതിന് എങ്ങനെ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. നല്ല രസമുണ്ടല്ലേ ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ. ഒരു കൂളാണ് അല്ലേ? ശരത്തേനും ഗ്രേപ്പും ഞാൻ മിൽക്ക് ഷേക്കാണ് ഓർഡർ ചെയ്തത്. അതെന്താന്ന് വെച്ചാൽ എനിക്ക് ശരത്തേൻ്റെ അടുത്തുനിന്ന് പേരില്ല, തുള്ളി പേരില്ല. എന്താണ് ശരത്തേൻ്റെ ഫേവറേറ്റ്? ആൽഫ്രഡ് ബീച്ച് പാസ്റ്റ. ഇത് എനിക്കുള്ളത്, ഇത് എനിക്കുള്ളത്, ഇത് രണ്ടും എനിക്കുള്ളത്. അപ്പോൾ കഴിച്ചോളൂ കേട്ടോ. ചായ കുടിച്ചു, ജ്യൂസൊക്കെ കുടിച്ചു. ഇനി നമുക്ക് ഡ്രസ്സ് എടുക്കാം. നമ്മുടെ ഷോപ്പിൽ വന്നിട്ടുണ്ട്. ഈ ഡ്രസ്സ് എപ്പടി ഇருக்கு? ഇതൊന്ന് ഇട്ട് നോക്കി. ഒരു ടോപ്പ്, പക്ഷെ എനിക്കിഷ്ടമായില്ല, അതുകൊണ്ട് ഇത് വേണ്ട. ഇറങ്ങുകയാണ്.
ദുഃഖകരമായിട്ടാണ്. ഉണ്ണിയമ്മ വിചാരിച്ച ഒന്നുമില്ല, വിചാരിച്ചൊക്കെ ഡ്രസ്സൊക്കെ പോയിക്കണം. അല്ലെങ്കിൽ എനിക്ക് ഡ്രസ്സ് എടുക്കാൻ വന്ന അങ്ങനെയാണ്, ഒരു ഡ്രസ്സ് എനിക്ക് വേണ്ടിയിട്ട്. സാരില്ല, നമുക്ക് അടുത്ത നോക്കി നോക്കാം. ഒരു ഡ്രസ്സും ഇല്ല എനിക്ക് പറ്റിയത്. സങ്കടം. രണ്ട് ഷോപ്പില് നമുക്ക് നോക്കി നോക്കാം. നാളെ ഒന്നുകൂടി നമുക്ക് ട്രൈ ചെയ്യും, എന്നിട്ട് നമ്മൾ നാളെ എടുക്കും. അങ്ങനെ ഡ്രസ്സ് കിട്ടാതെ ഞാൻ അലയുകയാണ്. ദുഃഖാന്യതയായി. പിന്നെ ഞാൻ ഇടില്ല, എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ട്. പിന്നെ ശരത്തേട്ടന് കുറെ മോഡൽ ഡ്രസ്സൊക്കെയാണ് ഇഷ്ടം, അതെനിക്ക് പറ്റൂല. ശരത്തേട്ടന് ഷോർട്സ്, ഞങ്ങൾ തമ്മിലുള്ള ഏക വ്യത്യാസം, ശരത്തേട്ടന് കുറച്ച് മോഡേൺ ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടം, എനിക്ക് നേരെ തിരിച്ചാണ്. ശരത്തേട്ടൻ പറയും ഷോർട്സ് ഇടണം, അതിടണം, ഇതിടണം. ചിലർക്ക് നേരെ തിരിച്ചാ കിട്ടുക. ചില ഹസ്ബൻഡ്മാർക്ക് ഇങ്ങനെ ഷോർട്സ് ഒന്നും ഇഷ്ടമല്ല ഇടുന്നത്, എനിക്ക് നേരെ തിരിച്ചാണ്. അപ്പൊ എനിക്ക് ഇഷ്ടമല്ല. അല്ലെങ്കിൽ ശരത്തേട്ടന്റെ ആഗ്രഹം നമ്മൾ സാധിച്ചു കൊടുക്കും. ഒരു ദിവസം ഞാൻ ഇടും. കുറച്ച് ടൈം എടുക്കണം, കുറച്ച് ടൈം എടുത്ത് നമ്മൾ ശരത്തേട്ടന്റെ ഇഷ്ടപ്രകാരം നമ്മൾ മോഡലൊക്കെ ആയിരിക്കും. എന്നാലും ഞാൻ കുറച്ചൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ വീട്ടിലേക്കാണ്. നമുക്കിനി വയസ്സാവുമ്പോ ഷോർട്സ് ഒക്കെ ഇട്ട്, അല്ല ശരത്തിട്ട് അപ്പൊ പേരൊക്കെ ഉണ്ണിയമ്മയ്ക്കൊരു കണ്ടോ ഷോർട്സ് ഒക്കെ പറയേണ്ടി വരും. ഇനി എന്തായാലും നമ്മൾ ഇനി നേരെ വീട്ടിലേക്കാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഷോപ്പിംഗ് പാളിയിട്ടുണ്ട്, പക്ഷെ ഔട്ടിങ് അടിപൊളിയാണ്, ഈവനിങ് വൈബ്. താങ്ക് യു. ഓക്കെ, ഇനി വീട്ടിൽ പോയി ഓക്കെ. അപ്പൊ ഇനി വെറുതെ ഞങ്ങൾ ലാഗ് അടിപ്പിക്കുന്നില്ല. അപ്പൊ ഇനി അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. അപ്പൊ ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, ഗുഡ് നൈറ്റ്. ശത്രു മുന്നിക്കേട്ടോ. ഇങ്ങനെ നമ്മള് വ്ളോഗ് നിൽക്കാൻ എടുക്കാണ്ടാവില്ല. ബൈ ബൈ.